എല്ലാവരും രാമായണത്തിലൂടെ ഭക്തിയുടെ ഒരു ലോകത്തേക്ക് മാറിയിരിക്കുകയാണ്. ഇത് പ്രകൃതിയുടെ ഒരു സന്ധ്യാവേളയാണ്. ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്ക് മാറിയിരിക്കുന്നു. മഴയാണ്, ആകെ ഇരുട്ടാണ്, എല്ലാവർക്കും ഒരു മൗഢ്യം. ഈ സമയത്ത് സന്തോഷം കിട്ടാൻ രാമനാമം ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്ന് ബാലകാന്ഡം തുടങ്ങി വെക്കുകയാണ്. വായന തുടങ്ങുമ്പോൾ ഏത് ഗ്രന്ഥമാണെങ്കിലും എന്താണ് അതിൽ പ്രതിപാദിക്കുന്നത് എന്നുള്ളത് ആദ്യമേ പറയണം. ജിജ്ഞാസ, പ്രതീക്ഷ എല്ലാം ആദ്യമേ തന്നെ പറയുന്നതാണ് ഒരു ശൈലി. ബാലകാന്ഡം എന്നുള്ള പേര് എന്തുകൊണ്ട് തുടക്കത്തിൽ രണ്ടു തരത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. ഒന്ന്, ആദ്യമായി രാമായണം കാണുന്ന ഒരാളെ സംബന്ധിച്ച് പിച്ച വെച്ച് വരുന്ന തരത്തിൽ, മാനസിക തലത്തിൽ നമുക്കതിനൊരു ബാല്യമാണ്. അങ്ങനെയുള്ളവർക്ക് രാമചരിത്രം പഠിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ തോന്നണം. തുടക്കത്തിലെ വലിയ ആധ്യാത്മിക കാര്യങ്ങളും കടിച്ചാൽ പൊട്ടാത്തതാണെങ്കിൽ അതെല്ലാം ഭയന്ന് തിരിച്ചു പോകും. അതുകൊണ്ട് രാമായണ തുടക്കത്തിൽ എത്ര എളുപ്പമാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ ജയ, അങ്ങനെയാണ് തുടങ്ങുന്നത്. ആകെ 2-3 അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. അത് തന്നെ ആവർത്തിച്ച് ഒരു 10-15 വരി വായിക്കുമ്പോഴേക്കും ആദ്യമായി വായിക്കുന്നവരുടെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം വളരുന്ന തരത്തിലാണ് രാമായണം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഭക്തന്റെ ലെവലിൽ നിന്നുകൊണ്ട് ബാലകാന്ഡം. ഇനി രാമ അവതാരത്തെ കുറിച്ചാണെങ്കിൽ രാമൻ ജനിച്ചിട്ടില്ല. തുടക്കത്തിൽ ബാലനായി അയോധ്യയിൽ ജനിക്കാൻ പോകുന്നതിൻ്റെ ഒരു പ്രാരംഭ നടപടികൾ മാത്രമേ ആയിട്ടുള്ളൂ. കാരണം ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പ് ഒരു കളമൊരുക്കുക എന്നൊക്കെ പറയുമല്ലോ. വേറെ ആരുമല്ല, സാക്ഷാൽ നാരായണൻ തന്നെയാണ് അവതരിക്കാൻ വരുന്നത്. അതിനുവേണ്ടി അവിടുത്തെ ജനങ്ങളും എല്ലാ സർവചരാചരങ്ങളും പ്രകൃതിയും മറ്റുള്ള ദേവന്മാരും എന്തിനു വരണം, അതെല്ലാം ഒരു അറിയിപ്പായിട്ട് പറയുന്നതാണ് ബാലകാന്ഡം. ഇനി അടുത്ത സ്റ്റേജിലേക്ക് ചിന്തിച്ചാൽ, രാമൻ അയോധ്യയിൽ വാഴുന്ന കാലത്ത് രാമായണ സത്യത്തിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എഴുത്തച്ഛൻ. രാമായണത്തിന്റെ കഥകൾ മുന്നോട്ട് പോകുന്തോറും സീതാദേവിയെ കട്ടുകൊണ്ടുപോയത്, പരിത്യാഗം ചെയ്തത് മുതൽ അങ്ങനെ എല്ലാ കഥകളും ഒരു ട്രാജിക് ആയിട്ടാണ്. അതുകൊണ്ട് വായിക്കുന്നവരുടെ മനസ്സിൽ വളരെ വിഷമം തോന്നും. വലിയ ട്രാജഡി കഥകളെല്ലാം ഫ്ലാഷ് ബാക്കിലാണ് അവതരിപ്പിക്കുന്നത്. കാരണം ഇതിൻ്റെ അവസാനം ഒരു പോസിറ്റീവ് വശം ഉണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷത്തിൽ ഇരുന്നു കൊണ്ട് പഴയ കാലത്തെ സ്മരണകളെല്ലാം പുതുക്കി തിരിച്ചു വരുന്ന രീതിയിലാണ് രാമായണം. രാമായണം തുടങ്ങുമ്പോൾ അറിയാം, ഗുരു സരസ്വതി വന്ദനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഡയലോഗ് ശ്രീരാമചന്ദ്രനാണ് തുടങ്ങുന്നത്. ആരോടാണ്? സീതാദേവിയോട്. എന്തു പറയുന്നു? അല്ലയോ ഭഗവതി, ഹനുമാൻ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? ഹനുമാനില്ലാതെ രാമായണം ഇല്ല. അതുകൊണ്ട് ഹനുമാനെയാണ് ആദ്യമായി ലോകത്തിന് മുമ്പിൽ രാമായണത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഹനുമാനെ സംബന്ധിച്ച് ചെയ്യാത്ത ഒരു കാര്യവും ഇനി സ്വാമിക്ക് വേണ്ടിയില്ല. സമുദ്രം ചാടിക്കടന്നു, വലിയ പർവ്വതങ്ങൾ പൊക്കിയെടുത്തുകൊണ്ട് വന്നു, വലിയ യുദ്ധം വിജയിപ്പിച്ചു, ക്ലേശങ്ങൾ കഷ്ടങ്ങൾ എല്ലാം സഹിച്ചു. സ്വാമിക്ക് എന്താണോ ആഗ്രഹം അതെല്ലാം നിറവേറ്റി കൊടുക്കാൻ സദാ സർവദാ കാത്തിരിക്കുന്നയാളാണ്. പക്ഷേ ഇപ്പൊ സ്വാമിക്ക് ഒരു കാര്യവും വേണ്ട, അതാണ് സത്യം. അയോധ്യയിലെ ഭരണമെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് മടുത്തു തുടങ്ങി ഭഗവാൻ. അങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോഴാണ്, കർത്തവ്യ കർമ്മങ്ങളെല്ലാം പൂർത്തിയാകുമ്പോഴാണ് അവനവന്റെ മോക്ഷത്തിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ ആ സ്റ്റേജിൽ ഹനുമാനെ കുറിച്ച് ദേവിയോട് പറഞ്ഞു, ഇപ്പോൾ ഹനുമാന് ആത്മജ്ഞാനത്തിന്റെ സമയമായിരിക്കും, ഭഗവതി തന്നെ ഒന്ന് പറഞ്ഞു കൊടുത്താലും. അപ്പോൾ ഹനുമാൻ എല്ലാം ശാരീരികമായ ശക്തിയും പ്രകടിപ്പിച്ചു കഴിഞ്ഞു, വിശ്വരൂപങ്ങളെല്ലാം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇനി അതൊന്നും അല്ല എന്ന്, പക്ഷെ അത് എന്തിനൊക്കെയോ വേണ്ടി ചെയ്തതായിരുന്നു, അതെന്താണെന്നുള്ളതിൻ്റെ പൊരുൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മഹാദേവിയോട് പറഞ്ഞു കൊടുക്കുന്നു. മഹാദേവി ഹനുമാനെ വിളിച്ച് പറയുന്നു, രാമൻ ആരാണ്, ഞാൻ എന്ന് പറഞ്ഞാൽ സീതാദേവിയായ ഞാൻ ആരാണ്, എൻ്റെ മായ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഇതെല്ലാം അറിഞ്ഞാലോ കളിക്കൊരു രസം ഉണ്ടാകില്ല. അതുകൊണ്ട്
തുടക്കത്തിലൊന്നും പറഞ്ഞില്ല. കൂടെയുള്ളവർ യഥാർത്ഥത്തിൽ കളിക്കണമെങ്കിൽ വാനരന്മാരും രാക്ഷസന്മാരും അച്ഛനും അമ്മയുമായ ദശരഥനും കൗസല്യയും അങ്ങനെയുള്ള ആളുകൾ പോലും ആത്മാർത്ഥമായിട്ട് കളിക്കണമെങ്കിൽ അതിൻ്റെ സൂത്രം അറിയരുത്. അപ്പോഴാണ് ജെന്യൂനായിട്ട് കളിക്കാൻ പാടുള്ളത്. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഹനുമാനോട് ഉപദേശിക്കുന്നത്. അങ്ങനെയാണ് രാമായണം തുടങ്ങുന്നത്. ആ ചരിത്രമെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത നമ്മൾ മാറുന്നത് ഇത് ആര് പറയുന്നതായിട്ടാണ്? ഉമാദേവിക്ക് മഹാദേവൻ ഉപദേശിച്ചു കൊടുക്കുന്ന തരത്തിലായിട്ടാണ്. അപ്പൊ രണ്ട് ചൈതന്യങ്ങൾ അവിടെ ഒരുമിക്കുന്നു. ഒന്ന് മഹാലക്ഷ്മിയും വിഷ്ണു ഭഗവാനും. രാമനും സീതയും ഹനുമാനെ മുൻനിർത്തി രാമായണം അവതരിപ്പിക്കുമ്പോൾ അത് കഴിയുമ്പോൾ ഉടൻ തന്നെ ഇത് രാമനും സീതയും പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് ശിവനും പാർവതിയും രാമായണത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ സൃഷ്ടി സ്ഥിതി സംഹാരത്തിന്റെ ഒരു പരിപൂർണമായ ആലേഖനം ആദ്യമേ തന്നെ. രാമായണം എന്താണ്, രാമായണം എന്തിന് പഠിക്കണം, സർവത്ര ആത്മജ്ഞാനം അതിൽ നിന്ന് ആദ്യത്തെ ഒരു 10-100 വരികളിൽ നിന്ന് രാമായണം പഠിക്കുന്നവന് കിട്ടും. പിന്നീട് അതിൻ്റെ വ്യാഖ്യാനമാണ്. കഥകളെല്ലാം കേട്ട് കഴിഞ്ഞ് പാർവതി ദേവി പറയുന്നു, നല്ല കഥയാണ്, നല്ല ഇഷ്ടപ്പെട്ടു, ഇനി ഭഗവാനെ ഒന്ന് വിസ്തരിച്ചൊന്ന് പറയണം. ഇത് ഇന്നത്തെ കാലത്ത് പ്രസംഗം അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ടെക്നോളജിയിൽ എങ്ങനെയാണ് ഒരു വിഷയം അവതരിപ്പിക്കേണ്ടതെന്ന് രാമായണം പഠിപ്പിക്കുന്നു. ക്രിസ്പായിട്ട് ആദ്യമേ തന്നെ ഒരു ഔട്ട്ലൈൻ സ്റ്റോറി മുഴുവൻ പറഞ്ഞു. അത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ മാത്രം മതി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ പാർവതി പറഞ്ഞു, കൊള്ളാൻ നല്ല കഥയാണ്, അതൊന്ന് വിശദമാക്കി പഠിക്കും. അതിനു വേണ്ടിയിട്ട് ശിവനോട് ആവശ്യപ്പെടുന്നതാണ് പിന്നീടുള്ള രാമായണം. അങ്ങനെ ബാലകാണ്ഡത്തിന്റെ 1-ാം ഭാഗം ലോകം മുഴുവൻ ആരാധിക്കുന്ന വൈകുണ്ഠനാഥനും കൈലാസനാഥനും കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ഘട്ടത്തിൽ കാണാം. എല്ലാവർക്കും രാമായണ ദിനം ആശംസകൾ.